ബ്രേക്കിംഗ് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്തതിൽ ഡിജിറ്റൽ വിസിയോട് വിശദീകരണം തേടിയിരിക്കുന്നു ഗവർണർ. നിയമനാധികാരിയുടെ അനുമതിയില്ലാതെ ചുമതല ഏറ്റെടുത്തത് എങ്ങനെയെന്ന് വിശദീകരിക്കണം. ലോക് ഭവനിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. നിയമനം നടത്താനുള്ള നീക്കം ഗവർണർ ഇടപെട്ട് മരവിപ്പിച്ചിരുന്നു. ഗോപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോപാൽ, അപ്പോൾ ഭരണമാറ്റത്തിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടാവുന്നത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ നൽകിയ പരാതിയിലാണോ ഇടപെടൽ? അതെ ഷിഹാസ്, ഭരണമാറ്റത്തിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലേക്കുള്ളൊരു നടപടി ഉണ്ടാകുന്നത്. അതിന് മറ്റൊരു തരത്തിൽ രാഷ്ട്രീയമായി കൂടി വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ കാലവും ഇടത് സർക്കാരിനോടും മന്ത്രിയോടും വിദ്യാഭ്യാസ വകുപ്പിനോടും ചേർന്ന് നിന്നിരുന്ന വ്യക്തിയായിരുന്നു സജി ഗോപിനാഥ്. അതുകൊണ്ട് തന്നെ പലർക്കും പല ഘട്ടങ്ങളിലും അദ്ദേഹം കണ്ണിലെ കരടുമായിരുന്നു. ആ ഘട്ടത്തിൽ ഭരണം മാറുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടിക്ക് കളമൊരുങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഈ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കൂടി ഒരു സൂചനയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സജി ഗോപിനാഥിന്റെ നിയമനമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നിലവിൽ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായ സജി ഗോപിനാഥിനെ ഗവർണറുടെ, അതായത് നിയമനാധികാരിയുടെ ഗവർണറുടെ അനുമതി വാങ്ങാതെ ഇത്തരത്തിൽ അധിക ചുമതല ഏറ്റെടുത്തു എന്ന് കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പരാതി നൽകിയിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ ഗവർണർ സജി ഗോപിനാഥിനോട് ഇത്തരത്തിൽ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് നിയമനാധികാരിയായ ചാൻസലറുടെ അനുമതി വാങ്ങാതെ ഇത്തരത്തിൽ ഒരു അധിക ചുമതല ഏറ്റെടുത്തത് എന്ന് വ്യക്തമാക്കണം എന്നതാണ് ഈ അറിയിപ്പിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക് ഭവനിൽ നേരിട്ടെത്തി വിശദീകരണം ഗവർണർക്ക് മുൻപാകെ നൽകണം എന്ന ഒരു നിർദ്ദേശമാണ്. തുടങ്ങുകയാണ്. അതായത് അധികാരമാറ്റത്തിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിട്ടുള്ള ആളുകൾ, കണ്ണിൽ കണ്ടായിട്ടുള്ള ചില ആളുകൾക്കെതിരെയെങ്കിലും ആദ്യ ദിവസം മുതൽ തന്നെ ഒരു പോരാട്ടത്തിന്റെ ഒരു പാതയിലേക്ക് കടക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നേരിട്ട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ലോക് ഭവനിലേക്ക് എത്താൻ പറഞ്ഞിരിക്കുന്നു. സജി ഗോപിനാഥ് ലോക് ഭവനിലേക്ക് പോകുമോ? അദ്ദേഹം എന്ത് വിശദീകരണമായിരിക്കും നൽകുക? ഗോപാൽ, ശരി, ഗോപാലാണ് വിവരങ്ങൾ നൽകിയത് നമുക്ക്. അപ്പോൾ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്തിരുന്നു. ഡിജിറ്റൽ വിസിയോട് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുകയാണ്. അതായത് സജി ഗോപിനാഥിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ഗവർണർ എന്നുള്ളതാണ് വാർത്ത. ഭരണമാറ്റത്തിന് പിന്നാലെയാണ് ഈ നടപടി. നിയമനാധികാരിയുടെ അനുമതിയില്ലാതെ ചുമതല ഏറ്റെടുത്തതുകൊണ്ട് വിശദീകരിക്കണം. ലോക് ഭവനിൽ നേരിട്ട് ഹാജരാകണം. ഇതാണ് നിർദ്ദേശം.